പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദി അതർ സൈഡ് ഓഫ് പവേഴ്സ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇമാജിൻ എ ലൈൻ ഓഫ് ലെങ്ത് 16 യൂണിറ്റ്സ് ഇറേസിംഗ് ഹാഫ് ഓഫ് ഇറ്റ് വുഡ് റിസൾട്ട് ഇൻ. അപ്പോൾ ഒരു ലൈനിൻ്റെ ലെങ്ത് 16 യൂണിറ്റ്സ് ആണ്. 16 എന്ന് വെച്ചാൽ എന്താ, നമ്മൾ 2വിൻ്റെ പവറിൽ എഴുതിയാൽ 16 എന്ന് പറയുന്നത് 2⁴ ആണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ലെങ്ത് ഇറേസ് ചെയ്യുന്നു. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും, അതായത് 2⁴ ഹാഫ് ലെങ്ത് ഇറേസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നേരെ പാതിയാക്കുന്നു, അതായത് 2⁴ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്തായിട്ട് വരും, 2⁴ എന്ന് വെച്ചാൽ എന്താ, 2വിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 2⁴ ദാറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെയുള്ളത് നമുക്ക് ക്യാൻസലാക്കി കളയാം. അപ്പോൾ ഒരു 2ഉം ക്യാൻസലായി പോകുന്നു. ബാക്കി 2 × 2 × 2, അതായത് 2⁻3 ദാറ്റ് ഈസ് 8 യൂണിറ്റ്സ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 16 യൂണിറ്റ്സ് ഉള്ള ഒരു ലൈൻ, 16 യൂണിറ്റ്സ് ലെന്തുള്ള ഒരു ലൈനിനെ ഹാഫ് ഇറേസ് ചെയ്തപ്പോൾ നമുക്ക് 8 യൂണിറ്റ്സ് എന്ന് കിട്ടി. അപ്പോൾ 2⁴ ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് 2⁻3 എന്ന് ആൻസർ കിട്ടി. ഇനി വീണ്ടും ഇതിനെ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു, ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം 2⁻4 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് 2⁻3 കിട്ടി. ഇനി ഈ 2⁻4 ഡിവൈഡഡ് ബൈ 2വിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഹാഫ് ആക്കുന്നു. അപ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 2⁻4 എന്തായിരുന്നു, 2 × 2 × 2 × 2 ആയിരുന്നു. ഇതിനെ ഒരു പ്രാവശ്യം നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്തു, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഡിവൈഡ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്, 2⁻4 ഡിവൈഡഡ് ബൈ 2⁻2 ആണല്ലേ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 2 2 ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്ന് നമുക്ക് 2 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്, 2 × 2 ദാറ്റ് ഈസ് 2⁻2. അപ്പോൾ 2⁻4നെ 2 പ്രാവശ്യം ഹാഫ് ആക്കിയപ്പോൾ, അതായത് 2 പ്രാവശ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2⁻2, അതായത് 4 യൂണിറ്റ്സ് എന്ന് കിട്ടി. ഇനി 16 സെൻറ്റിമീറ്റർ ഉള്ളതിനെ 3 ടൈംസ് ഹാഫ് ചെയ്താൽ എന്ത് വരും, അതായത് 2⁻4നെ ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഹാഫാക്കി, ഇതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു പ്രാവശ്യം കൂടെ ഹാഫ് ആക്കുന്നു. അപ്പോൾ 2⁻4 എന്ന് പറയുന്നത് 2 × 2 × 2 × 2 ആയിരുന്നു. അതിനെ നമ്മൾ ഒരു പ്രാവശ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, വീണ്ടും 2 കൊണ്ട് ചെയ്തു, വീണ്ടും ഒന്നുകൂടെ ചെയ്യുന്നു, അതായത് 2⁻4 ഡിവൈഡഡ് ബൈ 2⁻3 അല്ലേ. അപ്പോൾ എന്ത് വരും, ഡിനോമിനേറ്ററിൽ 3 2 ഉണ്ട്, ന്യൂമറേറ്ററിൽ നിന്ന് 3 2 കട്ട് ചെയ്യുന്നു, ബാക്കി 2, അതായത് നമുക്ക് 2⁻1 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, 2⁻4 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് 2³ എന്ന് കിട്ടി. ഇനി 2⁻4 ഡിവൈഡഡ് ബൈ 2⁻2 ചെയ്തപ്പോൾ നമുക്ക് 2⁻2 എന്ന് കിട്ടി. ഇനി 2⁻4 ഡിവൈഡഡ് ബൈ 2⁻3 ചെയ്തപ്പോൾ നമുക്ക് 2⁻1 എന്ന് കിട്ടി. ഓക്കെ, ഫ്രം ദിസ് വി ക്യാൻ സീ ദാറ്റ്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിയേ, ഇവിടെ പവർ 4 ആയിരുന്നു, ഇവിടെ 1 ആയിരുന്നു. 4 - 1 ചെയ്തപ്പോഴാണ് ഇവിടെ 3 കിട്ടിയത്. ഇവിടെ പവർ 4 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ ഈ 4 - 2 ചെയ്തപ്പോൾ ഇവിടെ 2 കിട്ടി. ഇവിടെ 4, ഇവിടെ 3. 4 - 3 ചെയ്തപ്പോൾ ഇവിടെ 1 കിട്ടി. ഓക്കെ, അപ്പോൾ 2⁻4 ഡിവൈഡഡ് ബൈ 2⁻3യെ നമുക്ക് എങ്ങനെ എഴുതാം, 2⁻4 - 3 ദാറ്റ് ഈസ് 2⁻1. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ബേസ് എന്തായിരുന്നു, സെയിം ആയിരുന്നു അല്ലേ, പവറാണ് ഡിഫറൻ്റ് ആയിട്ട് വന്നത്. അങ്ങനെ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ബേസ് അതേപോലെ എഴുതിയിട്ട് പവറിനെ സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഒരു റൂളിനകത്ത് എങ്ങനെയായിരുന്നു, ആ റൂള് ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ടൊന്ന് എഴുതി കാണിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു റൂള് പഠിച്ചു, n⁻a × n⁻n
ബി. നമുക്കിഷ്ടമുള്ള വേരിയബിൾ എടുക്കാം, എന്നോ എമ്മോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ബേസ് ഒരേപോലെ ആയിരുന്നു, പവർ ഡിഫറൻ്റ് ആയിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അന്നേരം നമ്മൾ എന്താ ചെയ്തത്, ബേസ് അതേപോലെ എഴുതി പവറുകളെ തമ്മിൽ ആഡ് ചെയ്തു. ഇവിടെ നോക്കി, ഇവിടെ ബേസ് ഒരേപോലെയാണ്, പവർ ഡിഫറൻ്റ് ആണ്, പക്ഷേ ഡിവിഷനാണ്. അതായത് n⁻A ഡിവൈഡഡ് ബൈ n⁻B. ഇവിടെ ഡിവിഷനായി. അന്നേരം നമ്മൾ എന്താ ചെയ്തത്, ബേസ് അതേപോലെ എഴുതിയിട്ട് പവറുകളെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ പവറുകളെ തമ്മിൽ ആഡ് ചെയ്യും, ഡിവിഷനിൽ പവറുകളെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഇൻ എ ജനറലൈസ്ഡ് ഫോം n⁻A ഡിവൈഡഡ് ബൈ n⁻B ഈസ് ഈക്വൽ ടു n⁻A minus B, where n not equal to 0 and A and B are counting numbers and A greater than B. അപ്പോൾ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് n നോട്ട് ഈക്വൽ ടു 0. അതായത് ബേസ് എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. അതായത് n 0 ആകാൻ പാടില്ല. എയും ബിയും കൗണ്ടിങ് നമ്പേഴ്സ് ആയിരിക്കും. ആദ്യം തന്നിരിക്കുന്ന നമ്പറിലെ പവർ രണ്ടാമത്തെ പവറിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കണം. അതായത് എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കണം. എന്നാലേ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് കിട്ടത്തുള്ളൂ. എ ബിയെക്കാട്ടിൽ ചെറുതാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇപ്പോൾ നമുക്ക് എ ഈസ് 4 ആൻഡ് ബി ഈസ് 3. അപ്പോൾ 4 - 3 ചെയ്തപ്പോൾ 1 എന്ന് കിട്ടി അല്ലേ. ഇനി തിരിച്ചാണെങ്കിലോ എ ഈസ് 3 ആൻഡ് ബി ഈസ് 4. അപ്പോൾ നമുക്ക് 3 - 4 ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഇവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കണം, n നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. n 0 ആകാൻ പാടില്ല, അതായത് ബേസ് 0 ആകാൻ പാടില്ല. വൈ കാണ്ട് n ബി 0? എന്തുകൊണ്ടാണ് n 0 ആകാൻ പാടില്ലാത്തത്? അപ്പോൾ ബേസ് നമുക്ക് 0 ആയിട്ട് വരുന്നത് വെച്ചോ, 0⁻3. 0⁻3 എന്ന് വെച്ചാൽ എന്താ, 0യെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസർ ഈസ് ഓൾവേസ് 0. ഇനി 0⁻7, ദാറ്റ് മീൻസ് 0യെ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ n 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും എന്ത് തന്നെ കിട്ടത്തുള്ളൂ, 0 തന്നെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് n 0 ആകാൻ പാടില്ല എന്ന് മുകളിൽ പറഞ്ഞത് കേട്ടോ. വി ഹാവ് നോട്ട് കവേർഡ് ദ കേസ് വെൻ ദി എക്സ്പോണൻറ്റ് ഈസ് 0. അപ്പോൾ നമ്മളിതുവരെ എക്സ്പോണൻറ്റ് 0 വരുന്ന കേസ് നമ്മളിതുവരെ കവർ ചെയ്തില്ല അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് 2⁻0? ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പവർ 0 വരുന്നത് എന്തായിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പവർ 0 വരുന്നത് എന്താണ്, 1 ആണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ലെറ്റ് us define 2⁻0 in a way that a generalized form above holds true. അപ്പോൾ 2⁻0 എന്ന് വെച്ചാൽ എന്താണ്, പവറിനെ ആ പവർ കൊണ്ട് തന്നെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, 2⁻0 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2⁻4 - 4. 4 - 4 എടുത്താൽ 0 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പവർ എടുക്കാം, വേണേൽ 3 എടുക്കാം. അപ്പോൾ 3 - 3 വരും കേട്ടോ. അപ്പോൾ 2⁻4 - 4. അപ്പോൾ ഇവിടെ പവറുകൾ തമ്മിൽ സബ്ട്രാക്ഷൻ നടക്കുന്നത് ഏത് കേസിലാണ്, ഡിവിഷൻ വരുമ്പോഴാണ്. നമ്മൾ മുകളിൽ കണ്ടു അല്ലേ. അതായത് ഇവിടെ ഡിവിഷൻ വരുമ്പോഴാണ് പവറുകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. n⁻A - B വന്നത് എപ്പോഴാണ്, n⁻A ഡിവൈഡഡ് ബൈ n⁻B ചെയ്തപ്പോഴാണ്. അപ്പോൾ 2⁻4 - 4 വന്നാൽ നമുക്ക് എന്തെഴുതാം, 2⁻4 ഡിവൈഡഡ് ബൈ 2⁻4 എന്ന് എഴുതാം. ഡിവിഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പവറുകളെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2⁻4 എന്ന് വെച്ചാൽ എന്താ, 2നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 2⁻4 ഡിവൈഡഡ് ബൈ വീണ്ടും 2നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്, 1 ആണല്ലേ. ഇവിടെ ഇതെല്ലാം ക്യാൻസലായി പോയിട്ട് എന്താവും, 1 എന്ന് വരും. അതായത് 16 ഡിവൈഡഡ് ബൈ 16. 2⁻4 ഈസ് 16. 16 ഡിവൈഡഡ് ബൈ 16 ഈസ് 1. അപ്പോൾ നോക്കിയേ, 2⁻0 നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. ഇൻഫാക്ട് ഫോർ എനി ലെറ്റർ നമ്പർ എ 2⁻0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കിയേ, x⁻A ഡിവൈഡഡ് ബൈ x⁻A ആണെങ്കിൽ x⁻A - A
പവറുകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ് റേസ് ടു 0 എന്ന് കിട്ടി. അപ്പോൾ എക്സ് റേസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. എക്സ് എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. എ ഈസ് എ കൗണ്ടിങ് നമ്പർ. എ ഒരു കൗണ്ടിങ് നമ്പർ ആയിരിക്കണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഇനി 3 റേസ് ടു 0 വന്നാലും എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും. 5 റേസ് ടു 0 വന്നാലും എന്ത് തന്നെയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോൾ പവർ 0 വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത വെൻ 0 ഈസ് ഇൻ പവർ. നോക്കിയാൽ വെൻ എ ലൈൻ ഓഫ് ലെങ്ത് 2 റേസ് ടു 4 യൂണിറ്റ്സ് ഈസ് ഹാഫ് 5 ടൈംസ്. അപ്പം മുകളിൽ നമ്മൾ 4 ടൈംസ് വരെ ഹാഫ് ആക്കുന്നത് നമ്മളിവിടെ കണ്ടു അല്ലേ? 3 ടൈംസ് വരെ ആക്കുന്നത് കണ്ടു. 2 റേസ് ടു 4നെ 1 ടൈം ആക്കിയപ്പോൾ 2 റേസ് ടു 3 കിട്ടി. 2 ടൈംസ് ആക്കിയപ്പോൾ 2 റേസ് ടു 2 കിട്ടി. 3 ടൈംസ് ഹാഫ് ചെയ്തപ്പോൾ 2 റേസ് ടു 1 കിട്ടി. പിന്നെ 4 ടൈംസ് ഹാഫ് ആക്കുമ്പോൾ എന്ത് കിട്ടും? 2 റേസ് ടു 0 ദാറ്റ് ഈസ് 1 എന്ന് നമുക്ക് കിട്ടും. അത് നമ്മളിതാ ഇവിടെ കണ്ട് 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 4 ചെയ്തപ്പോൾ 1 കിട്ടി. ഇനി ഇവിടെ 2 റേസ് ടു 4നെ 5 ടൈംസ് ഹാഫ് ആക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? 2 റേസ് ടു 4നെ 5 ടൈംസ് ആക്കുക എന്ന് വെച്ചാൽ 2 റേസ് ടു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് എന്താണ്? 2 റേസ് ടു 4 എന്ന് വെച്ചാൽ 2വിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 റേസ് ടു 5 എന്ന് വെച്ചാൽ 2വിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ 4 ടൈംസ് ഇവിടുത്തെ 4 ടൈംസും കൂടെ കട്ടായി പോയിട്ട് ബാക്കി ഇവിടെ എന്തുണ്ട്? ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ ഒരു 2ഉം ഉണ്ട്. 1/2 യൂണിറ്റ്സ്, അതായത് ഹാഫ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 5 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2 യൂണിറ്റ്സ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ജനറലി നമ്മൾ പറയുവാണെങ്കിൽ നമ്മളിതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? മുകളിൽ ഡിവിഷൻ ആയതുകൊണ്ട് പവർ തമ്മിൽ എന്താ ചെയ്യുന്നത്? സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 2 റേസ് ടു ഇത് 2 റേസ് ടു 5 ആണ്. 2 റേസ് ടു 4 മൈനസ് 5. 4 മൈനസ് 5 എന്താ? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്റ്റ് ചെയ്താൽ മൈനസ് ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ 2 റേസ് ടു -1 എന്ന് കിട്ടി. അപ്പോൾ ഈ 2 റേസ് ടു -1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 1/2വിന് ഈക്വലാണ്. അപ്പോൾ 2 റേസ് ടു -1 എന്ന് പറയുന്നത് 1/2വിന് ഈക്വലാണ്. When a line of length 2 raised to 4 units is halved 10 times. ഇനി 2 raised to 4 units അതായത് 16 യൂണിറ്റ്സ് ലെങ്ത് ഉള്ള ലൈനിനെ 10 ടൈംസ് ഹാഫ് ആക്കിയാൽ എന്ത് കിട്ടും? അതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 2 raised to 4 ഡിവൈഡഡ് ബൈ 2 raised to 10ന് ഈക്വലാണ് അല്ലേ? 10 ടൈംസ് ഹാഫ് ചെയ്യാന്ന് വെച്ചാൽ 2 raised to 10. അതെങ്ങനെയാണ് മുകളിൽ വരുന്നതെന്ന് ഞാൻ നേരത്തെ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ഇവിടെ നോക്കിയേ, 1 ടൈം ഹാഫ് ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 2. 2 ടൈംസ് ഹാഫ് ആക്കുമ്പോൾ എന്താണ്? 2 × 2 അതായത് 2 റേസ് ടു 2. 3 ടൈംസ് ഹാഫ് ആക്കുമ്പോൾ 2 റേസ് ടു 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ? അപ്പോൾ എത്ര ടൈംസ് ഹാഫ് ആക്കുന്നോ അതനുസരിച്ച് 2 റേസ് ടു പവർ വരും. ഓക്കെ, ഇനി 4 ടൈംസ് ആണ് ഹാഫ് ആക്കുന്നതെങ്കിൽ ഇവിടെ 2 റേസ് ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ ഇവിടെ 5 ടൈംസ് ഹാഫ് ആക്കിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 2 റേസ് ടു 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ 10 ടൈംസ് ഹാഫ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 റേസ് ടു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 10 എന്ത് വരും? ബേസ് ഒരേപോലെയാണ്. പവറുകളെ തമ്മിൽ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? സബ്ട്രാക്റ്റ് ചെയ്യും. അതായത് 2 റേസ് ടു 4 മൈനസ് 10. 2 റേസ് ടു 4 മൈനസ് 10 എന്ത് വരും? 2 റേസ് ടു 4 മൈനസ് 10 ഈസ് -6. 2 റേസ് ടു -6 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുകയാണെങ്കിലോ 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 10 എന്ന് വെച്ചാൽ 2വിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററിൽ 2വിനെ 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഇവിടുത്തെ 4ഉം 4 ടൈംസ് ഉള്ളതും ഇവിടുത്തെ 4 ടൈംസ് ഉള്ളതും കൂടെ നമ്മൾ ക്യാൻസൽ ആക്കുന്നു. ന്യൂമറേറ്ററിൽ 1, ഡിനോമിനേറ്ററിൽ 6 ടൈംസ് 2 ഉണ്ട്, അതായത് 2 റേസ് ടു 6. ഓക്കെ, അപ്പോൾ 2 റേസ് ടു -6 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്?
1/2⁶ ഈക്വലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1/2⁶ എങ്ങനെ എഴുതാം? 2⁻⁻6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സിമിലർലി നോക്കിയേ 10⁻³ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻³ നമുക്ക് 1/10⁻³ എന്ന് എഴുതാം. അതായത് നമ്മുടെ പവറിൻ്റെ കൂടെ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? 1 ഇട്ടെഴുതുന്നതായിരിക്കും. ഓക്കെ, ഇനി 7⁻²2 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 1/7⁻² എന്ന് എഴുതാം. അടുത്തത് 3⁻⁴ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/3⁴ എന്ന് എഴുതാം. ഇനി നമുക്ക് തിരിച്ചു എഴുതാം. 1/2⁵ നമുക്ക് എന്തെഴുതാം? 2⁻⁵ എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കിയാൽ ക്യാൻ വി റൈറ്റ് 10⁻³ = 1/10⁻3. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് നമ്മുടെ ബേസിൻ്റെ കൂടെ പവർ നെഗറ്റീവ് സൈൻ വരുന്നതിനെ നമ്മൾ എങ്ങനെ എഴുതി? 1/10⁻² എന്ന് എഴുതി അല്ലേ? അതായത് 10⁻³ 1/10⁻³ എന്ന് എഴുതി. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് 10⁻³ നമുക്ക് 1/10⁻³ എന്ന് എഴുതാനായിട്ട് കഴിയുമോ? അപ്പോൾ ഇവിടെ 1/10⁻³ എടുത്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1/10⁻³ ഈ 10⁻³ എന്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 1 നമ്മൾ അതേപോലെ എഴുതുന്നു. ഈ 10⁻³ നമുക്ക് എങ്ങനെ എഴുതാം? 1/10⁻³ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 10⁻³ എന്താണ്? 1/10⁻³. അപ്പോൾ ഈ 10⁻³ പ്ലേസിൽ ഞാൻ 1/10⁻³ എന്ന് എഴുതി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതുക? ഫ്രാക്ഷൻ്റെ ഡിവിഷൻ എങ്ങനെയാണ് വരുന്നത്? 1 ഇതിനെ ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. ഇതിനെ ഞാൻ ഈ ഫോമിൽ എഴുതുന്നു കേട്ടോ. 1/1/10⁻³ ഇതിനെ ഞാൻ 1/1/10⁻³ ആണിതല്ലേ. അതിനെ ഞാൻ ഈ ഒരു ഫോമിലോട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇതെന്ന് പറയുന്നത് എന്താണ്? 1 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതും. 1/10⁻³ റെസിപ്രോക്കൽ എന്താ? 10⁻³ 1 × 10⁻³ is 10⁻³. ഓക്കെ, അപ്പോൾ 1/10⁻³ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10⁻³ കിട്ടി. അതേപോലെ 7⁻²നെ അപ്പോൾ നമുക്ക് എന്തെഴുതാം? 1/7⁻² എന്ന് എഴുതാം. ഓക്കെ, 4⁻A നമുക്ക് എങ്ങനെ എഴുതാം? 1/4⁻² എന്ന് എഴുതാം. അപ്പോൾ ഇന്നെ ജനറലൈസ്ഡ് ഫോം നമുക്ക് എന്തെഴുതാം? n⁻⁻A എന്ന് പറയുന്നത് 1/n⁻A ആണ്. അടുത്തത് n⁻A എന്ന് പറയുന്നത് 1/n⁻A ആണ്. വേറെ n ≠ 0. n എന്താകാൻ പാടില്ല? 0. അതായത് ബേസ് 0 ആകാൻ പാടില്ല. അപ്പോൾ ഈ 2 റൂളുകളും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് ജനറൽ ഫോംസ് വി ഹാവ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ജനറൽ ഫോമുകളാണ്. n⁻A × n⁻B = n⁻A + b. n⁻A the whole raised to b is equal to n⁻A into b. തിരിച്ചു എഴുതാം കേട്ടോ. n⁻B the whole raised to a എന്ന് എഴുതാം കേട്ടോ. ഇനി n⁻A / n⁻B is equal to n⁻A - b. ഇത്രയും ജനറൽ ഫോമുകൾ നമ്മൾ പഠിച്ചിരുന്നു. We had required a and b to be counting numbers. Can a and b be any integers? Will the generalized form still hold true? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തെടുത്തെല്ലാം എയും ബിയും എന്തായിരുന്നു? കൗണ്ടിങ് നമ്പേഴ്സ് ആയിരുന്നു. അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു അല്ലേ. ഇനി എയും ബിയും ഇൻറ്റിജേഴ്സ് ആയാൽ ഈ ജനറൽ ഫോം ട്രൂ ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? നെഗറ്റീവ് നമ്പേഴ്സും വരാം, 0 വരാം, നെഗറ്റീവ് നമ്പേഴ്സ് വരാം, പോസിറ്റീവ് നമ്പേഴ്സും വരാം. ഇതുവരെ നമ്മൾ ചെയ്തതിനെല്ലാം എയും ബിയും കൗണ്ടിങ് നമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇൻറ്റിജേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ജനറൽ ഫോം ട്രൂ ആയിട്ട് തന്നെ ഹോൾഡ് ആകുമോ? ആകുമല്ലേ. നമുക്ക് യെസ് എന്ന് പറയാം. കാരണം എന്താണ്? നമുക്ക് ഇവിടെ നമുക്കൊന്ന് ഇൻറ്റിജേഴ്സ് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ n⁻A × n⁻B
ബി ആണ്. അപ്പോൾ ഇൻറ്റിജേഴ്സ് ആകുമ്പം നെഗറ്റീവ് നമ്പേഴ്സും വരാം. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. 2⁻³ ഇൻറ്റു 2⁻⁴. ഇത് ഏത് ഫോമിലാണ്? n⁻a ഇൻറ്റു n⁻b ഫോമിലാണ് അല്ലേ. അപ്പോൾ അതെന്താണ്? n⁻a+b ആണ് വരിക. അപ്പോൾ 2⁻³ + -4 എന്ന് വരും. ഇതെന്താണ്? 3 + -4 ഈസ് -1. അപ്പോൾ നമുക്ക് 2⁻⁻1 എന്ന ആൻസർ കിട്ടും. നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? യെസ്, ദ ജനറലൈസ്ഡ് ഫോം ആർ വാലിഡ് ഫോർ ഓൾ ഇൻറ്റിജേഴ്സ് a and b as long as the base n not equal to 0. ബേസ് എന്താകാതിരുന്നാൽ മതി? 0 ആകാതിരുന്നാൽ മതി. ഇൻറ്റിജേഴ്സ് നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും.